ഞാനിപ്പോൾ +2 കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ കറന്റ് CA ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നേരം മനസ്സിലായി, ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നേരം മനസ്സിലായത് നല്ല യൂസ്ഫുൾ ആണ് സംഭവം. എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഇപ്പോൾ ഇവരെല്ലാവരും കസിൻസാണ്. അപ്പോൾ അവൾ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ എന്താ പോകേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടത് അറിയില്ല, അതെടുത്താൽ എന്താണ്, ഇതെടുത്താൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഓരോ ആൾക്കാരും സംസാരിക്കുന്ന കൂടെ ഒന്ന് കേൾക്കുന്നുണ്ട്, എല്ലാത്തിലും ഞാൻ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കറക്റ്റ്ലി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് ആയിക്കോട്ടെ, ഇനി കോഴ്സ് വൈസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും വൃത്തിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങിയാൽ മേ ബി ഇവർക്ക് എന്താ പറയുക, ഇന്നത് എനിക്ക് എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അതെനിക്ക് ഓപ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നൊരു ഫീൽ അവർക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വർഷമില്ലേ CA ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? അപ്പോൾ ആ CA തിരഞ്ഞെടുക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു വർഷം മുമ്പുള്ള കാരണമല്ല, അതിനു മുൻപ് ഉണ്ടായിരുന്ന കാരണം എന്താണ്? CA തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആ കോഴ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ കൂടുതലായി, ഞാൻ പെടങ്ങോടാ പഠിച്ചത് WHSS. അപ്പോൾ അവിടുന്ന് സാർ ഇങ്ങനെ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് എനിക്കത് കേട്ട് കഴിഞ്ഞ സമയത്ത് എന്താ പറയുക, എന്നെ കൊണ്ട് നല്ല ടഫാണ് കോഴ്സ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്നെ കൊണ്ട് പറ്റണല്ലോ, നമ്മൾ ഏതായാലും പഠിക്കണം. അപ്പം നല്ലൊരു പൊസിഷനിൽ എത്തുക എൻ്റെ ഒരു ഡ്രീം. എൻ്റെ പേരിന് ശേഷം എൻ്റെ പേര് തുടങ്ങുന്നത് എനിക്കൊരു ഇനീഷ്യൽ ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ എനിക്ക് ഇതില്ല. അപ്പം ഇതൊരു ഇനീഷ്യലായിട്ട് എനിക്ക് വരണം എന്നുള്ളൊരു ഡ്രീം എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞേരം അത് വേണം എന്നൊരു തോന്നൽ എനിക്ക് ഉള്ളിലെങ്കിൽ. അങ്ങനെ ഒരു CA എന്ന് പറയുന്നത് ഏത് ഹയർ സെക്കൻഡറി നിന്നാണോ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ടോ? അതെ, ഹൈസ്കൂൾ മുതൽ ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇതിനെ പറ്റി കേൾക്കുന്നത്. CA പറ്റി ഫസ്റ്റ് കേൾക്കുന്ന 5th പഠിക്കുമ്പോഴാണ്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു വിശ്വാസം ഇരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചില്ല. പക്ഷെ ഒരു 10th കഴിഞ്ഞ മുതൽ എനിക്കെന്തോ അതിനൊന്ന് അന്വേഷിച്ച് നോക്കാം, പറ്റിയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. അപ്പോൾ അത് കൂടുതൽ അന്വേഷിച്ച് നോക്കി. അപ്പോൾ തോന്നി ശ്രമിച്ചാൽ കിട്ടായികയൊന്നുമില്ല, ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണ് പോകുന്നത് കൂടുതലും. അപ്പോൾ അവർക്ക് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റൂല എന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ സെൽഫ് ഒരു മോട്ടിവേഷൻ തോന്നി പോയി, അത്രേ ഉള്ളൂ. എവിടെ ഇപ്പോൾ പഠിക്കുന്നത്? ഇപ്പോൾ ഈഗിൾസ് വളാഞ്ചേരി. എങ്ങനെയുണ്ട് അവിടുത്തെ കോഴ്സുകാർ? ഇപ്പോൾ സാധാരണ ഈ കുട്ടികളൊക്കെ CA പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമാണ്, കണക്കാണ്, മാത്തമാറ്റിക്സ് ഓടില്ല. പക്ഷെ മാത്തമാറ്റിക്സ് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ ഒരു പാർട്ടായിട്ട് മാത്രമാണുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികൾ അധികവും ഇത് ഓപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണ്? അല്ലെങ്കിൽ അത് അത്ര നമ്മൾ പേടിക്കേണ്ട ഒരു കോഴ്സാണോ CA? അങ്ങനെ പേടിക്കേണ്ട കോഴ്സാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേടിക്കേണ്ട ഒരു കോഴ്സല്ല. എന്ന് വെച്ചാൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ +2 പഠിക്കുന്ന പോലെ ഒരു എഫേർട്ട് പോരാ എന്നതാണ് എൻ്റെ ഒരു ഇത്. കൂടുതൽ എഫേർട്ട് ഇടണം. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രയും നമ്മൾ റിസൾട്ട് വരും, അതാണ് അതിലുള്ളൂ. പിന്നെ പേടിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ പുറമേ ഉള്ള എക്സ്റ്റേണൽ പ്രഷർ. ഇപ്പോൾ വീട്ടുകാരാണെങ്കിലും, ഇപ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടുമോ വേണോ എന്നൊരു ചോദ്യം അവർ എല്ലാവരും ഉണ്ടാവും. പിന്നെ നല്ല കട്ട സപ്പോർട്ടായിട്ട് വീട്ടുകാരുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്നത്. ഫുൾ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ചോദിക്കും, എല്ലാവരും ഫ്രണ്ട്സ് ചോദിക്കും, ഇനി അതല്ലേ എടുത്തത്, അത് വേണമായിരുന്നോ, അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരും. പിന്നെ അതൊന്നും ഇല്ലാതെ നമ്മൾ അതൊക്കെ മൈൻഡാക്കാതെ അതിലേക്ക് ഇറങ്ങി നമ്മൾ സെൽഫ് കോൺഫിഡൻ്റ് ആണെങ്കിൽ കിട്ടും, പഠിക്കാൻ പറ്റും. ഈ വീട്ടിലൊക്കെ ആരെങ്കിലും നേരത്തെ CAയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോ? ഫാദറൊക്കെ എന്ത് ചെയ്യുന്നു? ഫാദർ ബിസിനസ്സാണ്. ഫാദറൊക്കെ പറഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ കുടുംബപശ്ചാത്തലമൊക്കെ ഉണ്ടോ? ഇല്ല, ഉപ്പയും ഉമ്മയും രണ്ടാളും SSLC +2 ആ ഒരു ബേസിലാണ്. അവർ രണ്ടുപേർക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പോയതിനു ശേഷമാണ് അവർ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത്. പേരെന്താ പറഞ്ഞ്? ഹന്നയ്ക്ക് എവിടുന്ന് ഇത് കിട്ടുന്നത്? സ്വന്തമായിട്ട് കിട്ടൂലല്ലോ, ആരെങ്കിലും ഒരു ത്രെഡ് എവിടുന്ന് കിട്ടില്ല, അതെങ്ങനെയാ വന്നത്? അതാണ് നമുക്കറിയേണ്ടത്. അത് സ്കൂളിലാണ്, ടീച്ചേഴ്സിന്.